അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽറാസ് മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. UAE ഔഖാഫ് ജുമുഅ ഖുത്ബ മലയാള വിവർത്തന സന്ദേശം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AR പാറയിൽ. അള്ളാഹുവിന്റെ അചഞ്ചലമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പവിത്രതയുടെ ആദ്യ പകുതി പിന്നിടുകയാണ്. ആരാധനകൾ കൊണ്ടും ദ്വാകൾ കൊണ്ടും നാം മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അടിത്തറയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ മാതൃരാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ലോകത്തിന് എന്നും മാതൃകയായത് അതിന്റെ സമാധാനത്തിലൂടെയും കാരുണ്യത്തിലൂടെയുമാണ്. എന്നാൽ ഈ സമാധാനത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ തിരിച്ചറിഞ്ഞ് അള്ളാഹു നമുക്ക് നൽകിയ ഈ രാജ്യത്തിന്റെയും അതിന്റെ ഭരണാധികാരികളുടെയും പിന്നിൽ ശക്തമായി നിലകൊള്ളേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇന്നത്തെ നമ്മുടെ ഖുതുബയുടെ പ്രധാന പ്രമേയം പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാടിന്റെ സുരക്ഷയ്ക്കായി നടത്തിയ മഹത്തായ ദ്വായും നമ്മുടെ ഈ മാതൃഭൂമിക്ക് നേരെ ഉണ്ടായ വെല്ലുവിളികളെ നാം എങ്ങനെ വിശ്വാസത്തോടെയും ഐക്യത്തോടെയും നേരിടണം എന്നതുമാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുഹദീസിന്റെയും വെളിച്ചത്തിൽ രാജ്യത്തോടുള്ള കൂറും ഐക്യവും സമാധാനത്തിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന ജുമാ ഖുതുബയിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ അതിശക്തനും പ്രബലനുമാകുന്നു. തന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന അക്രമകാരികളെ അവൻ ഇഷ്ടപ്പെടുകയില്ലെന്നും കുഴപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ അവൻ നന്നാക്കി തീർക്കുകയില്ലെന്നും അവൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രപഞ്ചനാഥനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് നാം സാക്ഷ്യം വഹിക്കുന്നു. സയ്യിദന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകരാണെന്നും നാം സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവും പ്രവാചകരുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്മേലും അനുചരന്മാരുടെ മേലിലും നീ അനുഗ്രഹവും സമാധാനവും ചൊരിയണമേ. അന്ത്യനാൾ വരെ ആ സന്മാർഗത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവരിലും നിന്റെ അനുഗ്രഹം വർഷിക്കണമേ. അല്ലാഹുവിന്റെ ദാസന്മാരെ, ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് തഖ്വ കൊണ്ട് ഞാൻ വസ്വിയത്ത് ചെയ്യുകയാണ്. അത്യുന്നതനായ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇപ്രകാരം അരുളിയിരിക്കുന്നു: നിങ്ങൾ ക്ഷമ പാലിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും തന്നെ നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു. നോമ്പനുഷ്ഠിക്കുന്നവരും രാത്രി നിസ്കാരങ്ങളിൽ മുഴുകുന്നവരുമായ വിശ്വാസികളെ, പുണ്യനിബിഡമായ ഈ മാസത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അരുൾ ചെയ്ത ആ വചനത്തെ നമുക്ക് ഗൗരവപൂർവ്വം ചിന്തിക്കാം. എന്റെ രക്ഷിതാവേ, നീ ഈ നാടിനെ നിർഭയമാക്കണമേ. അള്ളാഹുവിന്റെ ഉറ്റമിത്രമായ ഇബ്രാഹിം നബി അലിഹിസ്സലാം നടത്തിയ അനുഗ്രഹീതമായ ദുആയാണിത്. നമ്മുടെ രക്ഷിതാവ് വിശുദ്ധ ഖുർആനിൽ രണ്ടിടങ്ങളിലായി ഈ പ്രാർത്ഥനയെ അനശ്വരമാക്കിയിട്ടുണ്ട്. നാം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തത്? സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും വില നാം ഇന്ന് പൂർണ്ണമായും തൊട്ടറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമായ UAE അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നേരിട്ട നിന്ദ്യവും ഭീരുത്വവുമായ ആ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സുരക്ഷയുടെ മഹത്വം നാം തിരിച്ചറിയുന്നു. ഇത്തരം വഞ്ചകരായ ഒരു കൂട്ടം ആളുകളാൽ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത് നോക്കുക. ഒരു വിശ്വാസിയുടെ കാര്യത്തിലും കുടുംബബന്ധമോ കരാറോ അവർ പരിഗണിക്കുകയില്ല. അവർ തന്നെയാണ് അതിക്രമകാരികൾ. സമാധാനമായി കഴിയുന്ന ജനക്കൂട്ടത്തെയും റുക്കൂ ചെയ്യുന്നവരെയും സുജൂദ് ചെയ്യുന്നവരെയുമാണ് അവർ ലക്ഷ്യം വെച്ചത്. അതിലൂടെ അവർ കരാറുകൾ ലംഘിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നത് പോലെ അല്ലാഹുവുമായി ഉറപ്പിച്ച കരാറിന് ശേഷം അത് ലംഘിക്കുന്നവരും അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചുമാറ്റുന്നവരും ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരുമാണ് അവർ. അത്തരക്കാർ തന്നെയാണ് യഥാർത്ഥ നഷ്ടക്കാർ. അവർ അയൽവാസിയുടെ അവകാശത്തെയോ ഈ പരിശുദ്ധ മാസത്തിന്റെ പവിത്രതയെയോ ഒട്ടും പരിഗണിക്കുന്നില്ല. ലോകത്തെ ഏതെങ്കിലും ഒരു മതം ഇത്തരം അതിക്രമങ്ങൾക്ക് നിയമസാധുത നൽകുന്നുണ്ടോ? നിരപരാധികളെ കൊല്ലുന്നത് അനുവദിക്കാൻ ഏത് വിശ്വാസിക്കാണ് സാധിക്കുക? അല്ലാഹു ചോദിക്കുന്നു, നബിയെ പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് എത്ര മോശമായ കാര്യമാണ്. സമാധാനപ്രിയരായ ആളുകളെ ആക്രമിക്കാൻ ഏത് ഉന്നത സ്വഭാവമാണ് ന്യായീകരണം നൽകുന്നത്? മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താൻ ഇസ്ലാമിലെ ഏത് തത്വമാണ് അനുവാദം നൽകുന്നത്? കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ ഇത്തരം പ്രവൃത്തികൾ? അവിടുന്ന് പറഞ്ഞു, തന്റെ നാവുകൊണ്ടും കൈകൊണ്ടും ജനങ്ങൾ സുരക്ഷിതരായിരിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. സ്വദേശികളും വിദേശികളുമായ UAE നിവാസികളെ, ഞങ്ങൾ നിങ്ങൾക്ക് ശുഭവാർത്ത നൽകുന്നു. നിങ്ങളുടെ ഈ മാതൃഭൂമി കരുത്തിന്റെയും പ്രതാപത്തിന്റെയും അന്തസ്സിന്റേതുമായ നാടാണ്. ഇതൊരു ഉന്നതമായ ഗോപുരമാണ്. ആർക്കും ഇളക്കാനാവാത്ത പർവ്വതമാണ്. പ്രതിസന്ധികൾ ഇതിന് കരുത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ. വെല്ലുവിളികൾ ഇതിനെ കൂടുതൽ ദൃഢമാക്കുകയുള്ളൂ. പ്രയാസങ്ങൾ ഇതിന്റെ ഐക്യത്തെയും ബന്ധത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു കെട്ടിടം പോലെയാണത്. അതിന്റെ ഓരോ ഭാഗവും പരസ്പരം ബലപ്പെടുത്തുന്നു. UAE നിവാസികൾ തങ്ങളുടെ രക്ഷിതാവിലുള്ള വിശ്വാസത്തിലും ഭരണനേതൃത്വത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലും തങ്ങളുടെ രാഷ്ട്രതലവനോടുള്ള സ്നേഹത്തിലും ഉറച്ചു നിൽക്കുന്നവരാണ്. അക്രമം പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് റബ്ബ് തആല പറഞ്ഞ വചനം എത്ര സത്യമാണ്. ആ വചനം ഇങ്ങനെ വായിക്കാം: ജനങ്ങൾ അവരോട് പറഞ്ഞു, തീർച്ചയായും ജനങ്ങൾ നിങ്ങൾക്കെതിരെ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു.
അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടുക. എന്നാൽ അത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാകുന്നു. അങ്ങനെ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തോടും ഔദാര്യത്തോടും കൂടി അവർ മടങ്ങി. യാതൊരു തിന്മയും അവരെ സ്പർശിച്ചില്ല. അവർ അല്ലാഹുവിന്റെ പ്രീതിയെ പിന്തുടരുകയും ചെയ്തു. അല്ലാഹു മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. നമ്മുടെ ഭരണ നേതൃത്വം അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും വിവേകവുമാണ് പ്രകടിപ്പിച്ചത്. ആർക്ക് ഹിക്മത്ത് നൽകപ്പെട്ടുവോ തീർച്ചയായും അവന് ധാരാളം നന്മകൾ നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജനതയും ഈ മണ്ണിൽ വസിക്കുന്ന പ്രവാസികളും വലിയ ഉത്തരവാദിത്ത ബോധവും ബോധവൽക്കരണവും സത്യസന്ധമായ സ്നേഹവുമാണ് പ്രകടിപ്പിച്ചത്. അവരുടെ നിലപാടുകൾ കൃതജ്ഞതയാൽ വാചാലമാണ്. നമ്മുടെ ധീരരായ സൈനികർ ഉന്നതമായ പ്രതിരോധശേഷിയും സജ്ജീകരണവും മുൻകരുതലും പ്രൊഫഷണലിസവും പ്രകടിപ്പിച്ചു. അവർ ധീരതയുടെ ഉത്തമ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നു. രാജ്യത്തിന്റെ ചരിത്രതാളുകളിൽ അനശ്വരമായ വീരഗാഥകൾ അവർ രചിച്ചു. അത് സത്യസന്ധമായ കൂറിനെയും മഹത്തായ ത്യാഗത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്തോഷവാർത്ത എത്ര വലുതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നിമിഷം നിലകൊള്ളുന്നത് ഹജറുൽ അസ്വദിന് സമീപം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. നിസ്കരിക്കാൻ വന്ന വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കാനും ആത്മാവുകളിൽ സമാധാനം നിറയാനും വേണ്ടി നിങ്ങൾ ഖുർആൻ പാരായണം മുറപ്രകാരം ചെയ്യുക. നിങ്ങളുടെ രക്ഷിതാവ് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. നിങ്ങളെ സൃഷ്ടിച്ചവന്റെ നിയമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വത്തിനും നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമൃദ്ധമായ ഉപജീവനത്തിനും വേണ്ടി അവനെ സ്തുതിക്കുക. ബോധവൽക്കരണത്തിലൂടെ ഈ സുരക്ഷ നിലനിർത്താൻ നിങ്ങൾ പങ്കാളികളാവുക. വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കുക. അവയുടെ സത്യസന്ധത ഉറപ്പുവരുത്തുക. കുഴപ്പക്കാരുടെയും സംശയവാദികളുടെയും വ്യാജവാർത്തകളെയും അപവാദങ്ങളെയും നിങ്ങൾ കരുതിയിരിക്കുക. അവ വിശ്വസിക്കുന്നവരോ ആ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവരോ ആയി നിങ്ങൾ മാറാതിരിക്കുക. ഔദ്യോഗിക സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നവരാവണം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമാധാനപൂർണമായ നിമിഷങ്ങൾ ചെലവഴിക്കുക. വീട്ടിൽ പ്രത്യാശയും ക്രിയാത്മകതയും വളർത്തുക. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടും മനസമാധാനത്തോടും കൂടി നിങ്ങളുടെ സാധാരണ ജീവിതം നയിക്കുക. നിങ്ങളെയോർത്ത് UAE അഭിമാനിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു നന്മയുടെയും ഔദാര്യത്തിന്റെയും നാടാണ്. ഉദാരമനസ്കർ അല്ലാതെ ഈ നാടിനെ സ്നേഹിക്കുകയില്ല. നീചമനസ്കർ അല്ലാതെ ഈ നാടിനോട് വിദ്വേഷം കാണിക്കുകയുമില്ല. അതുകൊണ്ട് ഈ നാടിന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയുക. ഈ നാടിന്റെ നന്മയും സുരക്ഷിതത്വവും നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ നാമത്തിൽ എന്റെ മാതൃഭൂമിയുടെ സുരക്ഷ നിന്നോട് തേടുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സൂറത്തുൻ നിസാഇൽ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക. പ്രവാചകനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരപ്പെട്ടവരെയും നിങ്ങൾ അനുസരിക്കുക. ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം അപേക്ഷിക്കുവിൻ. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഏകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. പ്രവാചക പൂങ്കവർക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ലാത്ത ആ പുണ്യറസൂലിന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും സമാധാനവും വർഷിക്കട്ടെ. നോമ്പുകാരായ വിശ്വാസികളെ, തീർച്ചയായും ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ഒരു മുഅ്മിനായ അടിമ അള്ളാഹുവിനോട് നന്മ ചോദിക്കുന്ന നിമിഷം ആ സമയത്തോടൊത്തുവന്നാൽ അള്ളാഹു അത് അവന് നൽകാതിരിക്കില്ല. നോമ്പുകാരന്റെ ദുആ തള്ളപ്പെടുകയുമില്ല. ഓരോ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അത്താഴ സമയങ്ങളിൽ നമ്മുടെ രക്ഷിതാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ചോദിക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? ഞാൻ അവർക്ക് നൽകാം. അതുകൊണ്ട് ഈ അനുഗ്രഹീത നിമിഷങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ആകാശഭൂമികളുടെ നാഥനായ അള്ളാഹുവിനോടുള്ള ദുആയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അവൻ അരുളിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹുവേ, ഞങ്ങളുടെയും സർവ്വചരാചരങ്ങളുടെയും റബ്ബേ, ഞങ്ങളുടെ പരിശുദ്ധനായ നാഥ, നോമ്പുകാരായിക്കൊണ്ടും നിന്റെ കാരുണ്യത്തിൽ ആഗ്രഹമുള്ളവരായിക്കൊണ്ടും ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു. ദുആകൾക്ക് ഉത്തരം നൽകുന്നവനെ, നീ ഞങ്ങളുടെ രാജ്യമായ UAE കാത്തുരക്ഷിക്കണമേ. അതിന്റെ ഭരണാധികാരികളെയും ജനങ്ങളെയും പ്രവാസികളെയും നീ കാത്തുരക്ഷിക്കണമേ. അതിന്റെ കരയും കടലും ആകാശവും മണ്ണും നീ സംരക്ഷിക്കണമേ. ഈ നാടിന്റെ സ്ഥിരത നീ നിലനിർത്തേണമേ. ഉറങ്ങാത്ത നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ നാടിന് നീ കാവൽ നിൽക്കണമേ. ആർക്കും തകർക്കാൻ കഴിയാത്ത നിന്റെ കരുത്തുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കണമേ. അജയ്യമായ നിന്റെ അധികാരം കൊണ്ട് ഈ നാടിനെ കാക്കണമേ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമായ റബ്ബേ, അല്ലാഹുവേ, ആകാശഭൂമികളെ പ്രകാശിപ്പിച്ച നിന്റെ പ്രകാശത്തെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ നാടായ UAE നിന്റെ സംരക്ഷണത്തിലും കാവലിലും നിന്റെ കോട്ടയ്ക്കുള്ളിലും നീ ആക്കണമേ. അതിശക്തനും പ്രബലനുമായവനെ, അല്ലാഹുവേ, അതിക്രമകാരികളുടെ ആക്രമണങ്ങളിൽ നിന്നും
ശത്രുക്കളുടെയും വിദ്വേഷം വെച്ചുപുലർത്തുന്നവരുടെയും തിന്മകളിൽ നിന്നും ഈ നാടിനെ നീ കാത്തുരക്ഷിക്കണമേ. ശത്രുക്കളെ നേരിടാൻ ഞങ്ങൾ നിന്നെ മുന്നിൽ വയ്ക്കുന്നു അല്ലാഹ്. അവരുടെ തിന്മകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. നീ ഞങ്ങളുടെയും അവരുടെയും രക്ഷിതാവാകുന്നു. നീ ഉദ്ദേശിക്കുന്ന രീതിയിലും നീ ഉദ്ദേശിക്കുന്ന വിധത്തിലും അവരുടെ തിന്മകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മതിയായവനാകണമേ അല്ലാഹ്. തീർച്ചയായും ഉദ്ദേശിക്കുന്ന എന്തിനും കഴിവുള്ളവനാണ് നീ. നീയാണ് ഞങ്ങൾക്ക് മതിയായവൻ. ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനും നീ തന്നെ അല്ലാഹ്. നിന്നിൽ എന്തൊന്ന് ഏൽപ്പിച്ചാലും അത് കാത്തു സൂക്ഷിക്കുന്നവനാണല്ലോ അല്ലാഹുവേ നീ. ഞങ്ങളുടെ ഈ UAE എന്ന നാടിനെ ഞങ്ങൾ നിന്നിൽ അമാനത്തായി ഏൽപ്പിക്കുന്നു അല്ലാഹ്. അതിനാൽ നിന്റെ അഭയത്തിലും നിന്റെ സുരക്ഷയിലും ഈ നാടിനെ നീ ആക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ മാതൃഭൂമിയുടെ ധീരരായ സൈനികരെ നീ കാത്തുരക്ഷിക്കണമേ. അവർക്ക് നീ പിൻബലം നൽകുകയും അവരുടെ നിശ്ചയദാർഢ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അവരുടെ ലക്ഷ്യങ്ങളെ നീ കൃത്യതയോടെ വിജയിപ്പിക്കണമേ. നിന്റെയും അവരുടെയും ശത്രുക്കൾക്കെതിരെ അവർക്ക് നീ സഹായം നൽകണമേ. അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും അവർക്ക് മുകളിലൂടെയും താഴേക്കൂടെയും തുടങ്ങി എല്ലാ ദിശകളിൽ നിന്നും വരുന്ന ആപത്തുകളിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവും പ്രവാചകരുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വഹാബത്തിന്റെ മേലിലും നീ അനുഗ്രഹവും സമാധാനവും ചൊരിയണമേ. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നീ മഹത്തുക്കളെയും മറ്റ് ആദരണീയരായ എല്ലാ സ്വഹാബികളെക്കുറിച്ചും നീ തൃപ്തിപ്പെടണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പും രാത്രി നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. പരമകാരുണികനായ റബ്ബേ, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുവേ, നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരുമാക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഈ റമദാൻ മാസത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ. കരുണാവാരിധികളിൽ വെച്ച് ഏറ്റവും വലിയ കരുണാവാരിധിയായവനെ, ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ മാതാപിതാക്കൾ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ. അല്ലാഹുവേ, രാഷ്ട്രത്തലവൻ ഷേഖ് മുഹമ്മദ് ബിൻ സായിദിനെ നിന്റെ കാവൽ കൊണ്ട് നീ സംരക്ഷിക്കണമേ. നിന്റെ പരിചരണത്തിൽ അദ്ദേഹത്തെ നീ ഉൾപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിനക്കുള്ള അനുസരണത്തിലാക്കി മാറ്റുകയും ചെയ്യണമേ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾക്കും സഹോദരങ്ങളായ മറ്റ് എമിറേറ്റ്സ് ഭരണാധികാരികൾക്കും വിശ്വസ്തനായ കിരീടാവകാശിക്കും നീ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഷേഖ് സായിദിന് നീ കരുണ നൽകണമേ. തീർച്ചയായും അദ്ദേഹം നന്മയുടെ അടയാളവും ഔദാര്യത്തിന്റെ വിളക്കുമാടവുമായിരുന്നു. ഷേഖ് റാഷിദിനും നിന്റെ കാരുണ്യത്തിലേക്ക് യാത്രയായ മറ്റ് എമിറേറ്റ്സ് ഭരണാധികാരികൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. നിന്റെ ഔദാര്യം കൊണ്ട് വിശാലമായ സ്വർഗത്തോപ്പുകളിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ. നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ശുഹദാക്കളെ നിന്റെ കാരുണ്യത്തിലും പാപമോചനത്തിലും നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, മുസ്ലിംകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണമേ. ഞങ്ങളെ നീ നിരാശരുടെ കൂട്ടത്തിലാക്കരുതേ. അല്ലാഹുവിന്റെ ദാസന്മാരെ, ശ്രേഷ്ഠനും പ്രതാപശാലിയുമായ അല്ലാഹുവെ നിങ്ങൾ സ്മരിക്കുക. അവൻ നിങ്ങളെയും സ്മരിക്കും. അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദുദ്യമം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ലൈക്കുകളും അൺലൈക്കുകളും തിരഞ്ഞെടുക്കുക. അടുത്ത ആഴ്ചയിലെ UAE ഔഖാഫ് കുത്തുബയുടെ ആശയവിവർത്തന സന്ദേശം യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.